എന്നെ ചെകിട്ടത്തടിച്ച് പുറത്താക്കിയ സത്യാമ്മയുടെ മുന്നിൽ ചെന്ന് ഇന്നൊന്ന് വിരിഞ്ഞു നിൽക്കണം എനിക്ക്. അവരാരതി ഒഴിഞ്ഞ് തിരികെ കയറ്റും എന്നെ വീട്ടിലേക്ക്. പിന്നെ തീർത്തോളാം സുസ്മിത ഓരോരോ കണക്കുകൾ. വല്ലത് ദാഹിക്കുന്നില്ല ചുറ്റുപ്പാ. നീ ആ റൂമിൽ പോയി വെള്ളം എടുത്ത് കുടിക്കുക. ആ ടാബ്ലറ്റിന്റെ ദാഹം കൂടും. നന്നായി വെള്ളം കുടിച്ചോളാം. ശരി. നീ ചന്ദ്രബോസിന്റെ കുടുംബത്തിൽ കയറി ചൊറിഞ്ഞതിന് നിന്നെ കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിക്കും. മാനനഷ്ടത്തിന് വനിതാ കമ്മീഷൻ മുതൽ സുപ്രീം കോടതി വരെ സുസ്മിതയെ കൊണ്ടുപോയി ഞാൻ. സുസ്മിതയുടെ ചിറ്റപ്പൻ തന്നെയാണ് ഈ ചന്ദ്രബോസ്. അപ്പോ അവൾ രക്ഷപ്പെട്ടു അല്ലേ? ഇറ്റ്സ് ഫേറ്റ് അർജുൻ. എന്താണ് സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല അല്ല മാഡം, ഇനി മെഷീൻ എന്തെങ്കിലും പ്രശ്നം? നോ വേ. ടെസ്റ്റിന് തൊട്ട് മുമ്പും ചെക്ക് ചെയ്ത് നോക്കിയ മെഷീനുകളാ. അങ്ങനൊരു പിഴവ് സംഭവിക്കില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നല്ലേ? സുസ്മിതയുടെ കേസില് അതും തെറ്റി അല്ലേ മാഡം? കൊള്ളാലോ സംഗതി. എനിക്ക് നിന്നെ തോൽപ്പിക്കാൻ 2 ടാബ്ലറ്റിന്റെ ആവശ്യമുള്ളൂ ശാലിനി. സുസ്മിത പിന്നെയും ഇൻ, നീ ഔട്ട് ശാലിനി. ഇത് കയ്യിലിരിക്കട്ടെ, പേര് മറക്കണ്ടല്ലോ. ഭാമാൻറ്റിയുടെ വീട്ടിൽ ചെന്നാ പിടിച്ചു നിൽക്കാൻ ഇടയ്ക്കോരോന്ന് കഴിക്കാമല്ലോ. തല ഇറങ്ങുന്നല്ലോ. ഇതെന്താ ഇപ്പം ഇങ്ങനെ? കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ടെൻഷൻ കാരണം തോന്നിയതായിരിക്കും. തല പെരുക്കുന്നല്ലോ. തോന്നലല്ല, കാഴ്ച മങ്ങുന്ന പോലെ. അപ്പൊ സുസ്മിതയെ വീഴ്ത്താൻ ഒരു വഴിയില്ലെന്നാണ് മാഡം പറയുന്നത്? ലീഗലി ഇല്ലെന്ന് തന്നെ പറയണം. രോഹിത്തിന്റെ കേസിൽ നമുക്ക് ദൃക്സാക്ഷികളില്ല. ആ CCTV ഫുട്ടേജ് ആയിരുന്നു ആകെയുള്ള പിടിവള്ളി. അതിൽ പ്രീതിയും സുസ്മിതയുള്ള തർക്കം, പ്രീതിയെ സുസ്മിത തടയാൻ ഒരുങ്ങുന്നത്, ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് നമ്മൾ സംശയങ്ങൾ ഉന്നയിച്ചതും നുണപരിശോധനയ്ക്ക് കോടതിയോട് പെർമിഷൻ ചോദിച്ചതും. അപ്പോ നാർക്കോ ടെസ്റ്റിന് ഇനിയൊരു സാധ്യതയില്ലല്ലോ അല്ലേ? ഒരു വക്കീലെന്ന നിലയിൽ എന്നേക്കാൾ നന്നായി അക്കാര്യം അർജുൻ അറിയാമല്ലോ. നുണപരിശോധന പരാജയപ്പെട്ട സ്ഥിതിക്ക് കോടതി ഇനി നാർക്കോ ടെസ്റ്റിന് അനുമതി നൽകില്ല. നമുക്ക് മുന്നിൽ നിയമത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞു അർജുൻ. എന്റെ പ്രീതി ആ സംഭവത്തിന് ശേഷം ഇപ്പോഴും കിടപ്പാണ് മാഡം. ഒരു കൺപോള പോലും അനക്കാൻ കഴിയാതെ അന്ന് പഞ്ചകൈലാസത്തിൽ സംഭവിച്ചതിന് ഒരു ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയില ഞാൻ ഇവിടം വരെ വന്നത്. ഇനി ആ പ്രതീക്ഷ വേണ്ടല്ലോ. മാഡം, സുസ്മിത അവിടെ ബോധം കെട്ട് കിടക്കുന്നു. സുസ്മിതേ, സുസ്മിതേ, സുസ്മിതേ. എന്താ എന്താ സംഭവിച്ചത്? അറിയില്ല ഡോക്ടർ. ഞാൻ വന്ന് നോക്കുമ്പോ ഇവിടെ ബോധം കെട്ടി കിടക്കുന്നതാ കണ്ടത്. എന്താ എന്തു പറ്റി? എഴുന്നേപ്പിച്ചിരുത്ത്, ഞാൻ നോക്കാം. സുസ്മിതേ,
അങ്ങോട്ട് മാറേ. ഈ കുട്ടിക്ക് എന്തെങ്കിലും അസുഖമുള്ളതാണോ? ഐ മീൻ പ്രഷർ, ഷുഗർ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുള്ളതായിട്ട് അറിയില്ല ഡോക്ടർ. പേടിക്കാനൊന്നുള്ളതായിട്ട് തോന്നുന്നില്ല. ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് താണു, പൾസ് റേറ്റും കുറഞ്ഞു. ഇത് കുഴപ്പമാവില്ല. ഡോക്ടർ പരിശോധിച്ച ടാബ്ലറ്റ് കഴിച്ച വിവരം അറിയും. അതിന്റെ കാരണം എന്താണെന്നാ പിടികിട്ടാത്ത? കാരണം എന്താ? സ്ട്രെസ് തന്നെ. നിരപരാധിയായ ഒരു പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്നതിന് ഒരു പരിധിയില്ലേ? സോറി മാഡം, സത്യം പറഞ്ഞേ ഉള്ളൂ. സുസ്മിതയ്ക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയെന്നല്ലേ പറഞ്ഞത്? അപ്പൊ പിന്നെ സന്തോഷിക്കല്ലേ വേണ്ടത്? അപ്പൊ പിന്നെ സന്തോഷം കൂടിയോണ്ടായിരിക്കും. അങ്ങനെ സംഭവിക്കാമല്ലോ, അല്ലേ ഡോക്ടർ? ഈ യൂണിഫോം ഇട്ടുകൊണ്ട് മണ്ടത്തരം പറയില്ലേ സാർ? മാഡം എക്സ്ക്യൂസ് മീ, 1 മിനിറ്റ്. ഇയാളെന്തായി കാണിക്കുന്നേ? ഇയാളെയൊക്കെ ആരെ ഇങ്ങോട്ട് കയറ്റി വിട്ടെ? വരുന്നവനും പോകുന്നവനൊക്കെ കയറി നിറങ്ങാനുള്ള സ്ഥലമാണത്. അവിടെ നിൽക്കണം മിസ്റ്റർ. ഐ എം ആൻ അഡ്വക്കേറ്റ്. എന്റെ കക്ഷിക്ക് വേണ്ടി എനിക്ക് എവിടെയും കയറി വരാം. ആരാണോ ഇയാളെ കക്ഷി? ദ സ്റ്റേറ്റ്. മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നുള്ള പ്രത്യേക ഉത്തരവിലൂടെ പബ്ലിക് പ്രോസിക്യൂട്ടറായി ചുമതലയേൽക്കുകയാണ് ഞാൻ. ഈ കേസിൽ പോലീസിന് വേണ്ടി കോടതിയിൽ ഹാജരാവുന്നത് അഡ്വക്കേറ്റ് അർജുൻ ശങ്കർ ആയിരിക്കും. സത്യാമ്മയ്ക്ക് ഈ കേസിനോടുള്ള താല്പര്യം മേഡത്തിന് അറിയാലോ. കേസ് വാദിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ട അതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ചുമതല മാത്രമേ ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്കുള്ളൂ. മിണ്ടരുതെന്ന് പറഞ്ഞാൽ മിണ്ടരുത്. കൈകെട്ടി നിൽക്കാൻ പറഞ്ഞ കൈകെട്ടി മാറി നിൽക്കണം. അങ്ങനെയല്ലേ മാഡം പ്രോട്ടോകോൾ? അതെ. ഹിയർ ഓൺ വേർഡ്സ്, കോൾ മീ സർ. സർ. എന്താ അർജുൻ? 1 മിനിറ്റ്, ഇപ്പൊ പറയാം. ഡോക്ടർ, ഇത് എന്തിനുള്ള ടാബ്ലറ്റ് ആണെന്ന് ഒന്ന് നോക്കി പറയണം. ശ്രദ്ധിച്ചല്ലോ, ഇവിടെ 2 ടാബ്ലറ്റും കഴിച്ചതാ കുഴപ്പമായത്. ഓവർ ഡോസ് കഴിച്ചുകൊണ്ട് പൾസ് റേറ്റും ഹാർട്ട് ബീറ്റും എല്ലാം പെട്ടെന്ന് താഴും. ഇതൊരു റെയർ മെഡിസിൻ ആണ് സാർ. ഇവിടെ നിന്നും കിട്ടാനില്ല. വിദേശത്തുനിന്ന് വരുത്തിയതായിരിക്കണം. ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്ന ഈ മരുന്ന് ആങ്സൈറ്റി പ്രോബ്ലത്തിനുള്ളതാണ്. ഡോക്ടർ, ഈ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ടുള്ള റിസൾട്ട് എല്ലാവർക്കും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. സൈഡ് എഫക്ട്സ് ഉള്ളതുകൊണ്ട് ഇവിടെ ഇത് യൂസ് ചെയ്യാറില്ല. ഹാർട്ട് ബീറ്റും പൾസ് റേറ്റും കുറയ്ക്കാനുള്ള മരുന്നാണിത്. പക്ഷേ ആന്തരാവയവങ്ങളെ ബാധിച്ചേക്കാം. ഓക്കെ മാഡം, പ്ലീസ് നോട്ട് ദിസ് പോയിന്റ്. ഹാർട്ട് ബീറ്റും പൾസ് റേറ്റും കുറയ്ക്കാനുള്ള ടാബ്ലറ്റ്. അപ്പോ ഈ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടാണ് നുണപരിശോധനയ്ക്കിടെ സുസ്മിതയുടെ ഹാർട്ട് ബീറ്റും പൾസ് റേറ്റും കൂടാതിരുന്നത്. ഷുവർ മാഡം. മനുഷ്യനെയല്ല, മെഷീനെ പോലും ചതിച്ച ഇവളെ എന്താ ചെയ്യേണ്ടതെന്ന് മാഡം തന്നെ തീരുമാനിക്കും.
വീട്ടിൽ പോവല്ലോ അല്ലേ? ചിറ്റപ്പാവാ പോവാം. വീട്ടിലേക്കല്ല സുസ്മിത, തറവാട്ട് വീട്ടിലേക്ക്. മനസ്സിലായില്ല. നമുക്ക് ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. അവിടെ നിന്ന് നിന്റെ തറവാട്ടിലേക്ക്, സെൻട്രൽ ജയിലിലേക്ക്. വഴി ഞാൻ ഒരുക്കി തരാം. ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞല്ലേ, പിന്നിപ്പെന്താ? ദാ നിന്റെ നിരപരാധിത്വത്തിന്റെ തെളിവ്. ഇത് ഇതെന്താ? നുണപരിശോധനയിൽ ഹാർട്ട് ബീറ്റും പൾസ് റേറ്റും കുറയാൻ നീ ഉപയോഗിച്ച ടാബ്ലറ്റ്. ഓവർഡോസ് കഴിച്ച് നീ ഇവിടെ തലതല്ലി വീഴുമ്പോ ദൈവം നിന്റെ കയ്യിൽ തന്നെ അത് പൊരുത്തിട്ടിട്ടുണ്ടായിരുന്നു സുസ്മിതേ. ഞാനിത് കഴിച്ചു എന്നുള്ളത് സത്യമാ, പക്ഷെ ഇത് തലവേദനയ്ക്കുള്ളതല്ലേ? അത് നീ ഞങ്ങളോടാണോ ചോദിക്കുന്നത്? ഇത് തലവേദനയ്ക്കുള്ളത് തന്നെയാ. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാ. ഏത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന്? നമുക്ക് അങ്ങോട്ട് പോവാം. അത് കുറച്ചു ദിവസം മുമ്പാ. എന്നാലും മെഡിക്കൽ ഷോപ്പ് അവിടെ തന്നെ കാണുമല്ലോ. അത് പിന്നെ ഞാൻ കാറിൽ ഇരുന്നപ്പോ ഡ്രൈവറെ പറഞ്ഞിട്ട് വാങ്ങിപ്പിച്ചതാ. ശരി, ഡ്രൈവറെ വിളിപ്പിക്കാം. ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്ന ഈ മെഡിസിൻ നിന്റെ ഡ്രൈവർ ഏത് ഫ്ലൈറ്റ് പിടിച്ചാ പോയി വാങ്ങിയെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഇവിടെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം മാഡം. ചന്ദ്രബോസ്, ഇതെന്റെ സ്റ്റേഷൻ പരിധിയാ മാഡം. ഇവിടെ ഇങ്ങനെ കൃത്രിമം കാണിക്കുക ഇവിടെ ധൈര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് മൊത്തം കഥയെ ഛർദ്ദിപ്പിക്കാൻ എനിക്കറിയാം മാഡം. നടക്കടി, നടക്കാൻ, നടക്കാൻ കൊണ്ട്. നടക്കടി, നടക്കടി കൊണ്ട്. ചിറ്റപ്പന മിണ്ടി പോരോ നീ. നടക്കാൻ കൊണ്ട്. കേറി, കേറ. ഒരു മിനിറ്റ് ചന്ദ്രബോസ്. എന്താ മാഡം? ഈ രീതിയിലാണോ ചന്ദ്രബോസ് ഇവളെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ഷുവർ മാഡം. ഇവളൊന്ന് കരുണ അർഹിക്കുന്നില്ല. പോലീസിന്റെ കൈയുടെ ചൂടറിയണവള്, എന്നാലേ നന്നാവൂ. ചന്ദ്രബോസിന്റെ ചേട്ടന്റെ മകളാണ്. അതൊന്നും ഇനി നോക്കുന്നില്ല മാഡം. കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കിയവളെ അവള്. ഇവള് ചത്തൂന്ന് കരുതിക്കൊള്ളാം ഞങ്ങള്. ചന്ദ്രബോസിന്റെ കസ്റ്റഡിയിലാണ് സുസ്മിത. അതിനിടെ സുസ്മിതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച ചന്ദ്രബോസിന്റെ കാര്യവും. ഐ ഡോണ്ട് കെയർ മാഡം. ഇവിടെ കൊന്നിട്ട് ജയിലിൽ പോകാനും ഞാൻ റെഡിയാ മാഡം. ഓ, അങ്ങനെയാണോ? ചിറ്റപ്പ മുടിക്കുത്തിന് പിടിച്ചപ്പോ നിനക്ക് വേദനിച്ചോ? ഏയ് ഇല്ല. മാഡം, മാഡം, ഇപ്പോഴോ? എന്നെ കൊല്ലല്ലേ മാഡം പ്ലീസ്. എന്റെ കസ്റ്റഡിയിലുള്ള പ്രതിയാകള് ചത്തങ്ങനെ പോയ സർവ്വ ഉത്തരവാദിത്വവും ചന്ദ്രബോസ് ഏറ്റെടുക്കുന്നില്ലേ പറഞ്ഞ? പോലീസിന്റെ കൈയുടെ ചൂടറിഞ്ഞാലേ ഇവളൊക്കെ നന്നാവും ചന്ദ്രബോസെ. കൊണ്ടുവയ്ക്കോ. ഇന്നലത്തെ അത്താഴം ഞാൻ കൊടുത്തിട്ടുണ്ട്. ചന്ദ്രബോസ് ഇന്നത് കൊടുക്കാൻ മറന്നു പോയെങ്കിലോ എന്ന് കരുതി ഒരു മുൻകരുതൽ എടുത്തന്നേ ഉള്ളൂ. കേസ് ചാർജ് ചെയ്യണം. ചന്ദ്രബോസിന് ഇഷ്ടപ്പെട്ട വകുപ്പുകൾ വെച്ചല്ല, വകുപ്പുകൾ ഏതൊക്കെ വേണമെന്ന് എന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറയും. അത് കഴിഞ്ഞാ നാളെ കോടതിയിൽ ഹാജരാക്കണം. പിന്നെ ഇവൾ പുറം ലോകം കാണരുത്. യു അണ്ടർസ്റ്റാൻഡ്? യെസ് മാഡം. ചന്ദ്രബോസ് നിരാശപ്പെടണ്ട. കുടുംബത്തിന് കൊള്ളാത്തവളൊന്നും അല്ല ഇവള്. 3 or 4 ജീവപര്യന്തൊക്കെ അനുഭവിച്ചു കഴിയുമ്പോ നന്നായിക്കോളും. അങ്ങോട്ട് കയറ്, പിടിച്ച് കേട്ടോളെ.
വണ്ടി എടുക്കണോ? മാഡം ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നീതി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അത് സ്വാഭാവികമല്ലേ അർജുൻ? എനിവേ എ ബിഗ് സല്യൂട്ട് ഫോർ യു മാം. നിങ്ങളാണ് യഥാർത്ഥ പോലീസ് ഓഫീസർ. വൈബ്രന്റ്, വിജിലന്റ് ആൻഡ് ഡൈനാമിക്. നമ്മുടെ പോലീസ് ഫോഴ്സിലുള്ളവരല്ല മാഡത്തെ പോലെ ആയിരുന്നെങ്കിൽ നമ്മുടെ ഈ നാട് എന്നേ നന്നായാനെ. അയ്യോ, അത്രയ്ക്കൊന്നും ഇല്ല അർജുൻ. റിയലി മാഡം. പഞ്ചകൈലാസത്തിലെ കൊക്കയിൽ മറിഞ്ഞ രോഹിത്തിന്റെ ആരും കേൾക്കാത്ത നിലവിളിക്ക് എന്റെ പ്രീതിയുടെ തൊണ്ടക്കുഴിയിൽ ചുറ്റിത്തിരിയുന്ന ഇനിയും പുറത്തു വരാത്ത സത്യത്തിന് ഇതിനൊക്കെ ഉത്തരം കണ്ടെത്താൻ മാഡത്തിന് മാത്രമേ സാധിക്കൂ. ഞാൻ എന്റെ ഭാഗം ആത്മാർത്ഥമായിട്ട് ചെയ്യും അർജുൻ. ശേഷം കോടതിയില്ല. അവിടെ അർജുന്റെ ഹെൽപ്പാ വേണ്ടത്. ഷുവർ മാം. യെസ്, ടുഗദർ വി ഫൈറ്റ്. ഒന്ന് ചവിട്ടി വിടറോ? മോളെ, വല്യച്ചി വാ. നീ പിടിക്കൊന്നും വേണ്ടടി, എനിക്കിപ്പോ നല്ല ഭംഗിയായിട്ട് കാണാനല്ല. എന്നാലും ഞാൻ ഈ കയ്യൊന്ന് പിടിച്ചോട്ടെ. വല്യച്ചിക്കിപ്പോ ശരിക്കും കാണാലോ അല്ലമ്മേ? അതെ, ശരിക്കും ഒരു അത്ഭുതം തന്നെയാ രാജിയമ്മയും അവരുടെ ചികിത്സയും. എങ്ങനെയായിരുന്നു ചികിത്സ? കാഴ്ച കിട്ടിയപ്പോ ആരെയും ആദ്യം കണ്ടത്? അതൊക്കെ പറയേ. വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്. നീ ആദ്യം ഞങ്ങളെ ഒന്ന് വീട്ടിലേക്ക് കയറാൻ സമ്മതിക്കുവോ? ആ ബാഗ് തന്നിക്ക്. ആ വിഷ്ണു ഏട്ടൻ എവിടെ അമ്മേ? വിഷ്ണുമോൻ ഞങ്ങളെ കാറി കയറ്റി വിട്ടിട്ട് രോഹിത്തിനെയും കൊണ്ടുപോയി. വാടി. വാ വല്യച്ചി. സാർ, ശാരദാവേ, നിങ്ങളുടെ മോളുടെ അസുഖം വേറെയാ. മലയാളത്തിലും ഇംഗ്ലീഷിലും അതിനൊരു പേരുണ്ട്, പക്ഷേ പറയാൻ അറയ്ക്കും. പ്രേമിക്കാൻ മാത്രമേ നിങ്ങളെ കൊണ്ട് കൊള്ളൂ. ഒരു പെണ്ണിന് മുമ്പിൽ ഒറ്റയ്ക്കൊരു നേരം. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അയ്യോ, എന്റെ കാഴ്ച പോയതാണോ അമ്മ? എനിക്കിതൊന്നും കാണാൻ പറ്റില്ല അമ്മ.
രാജ ചേച്ചിയോടല്ലേ അമ്മേ ശ്യാമയ്ക്ക് കൂട്ടിരിക്കാൻ പറഞ്ഞത്? രാജീവ് സാർ ഇപ്പൊ വന്നതേ ഉള്ളൂ. വന്നതിന് ശേഷം രാജിച്ച് പോയത്. വല്യേച്ചി സുഖമായിട്ടൊന്ന് വരുമെന്നറിഞ്ഞ് രാജീവ് സാർ കാത്തിരുന്നതാ. അതിനിത് കാഴ്ച ബംഗ്ലാവൊന്നും അല്ലല്ലോ. ഷാരി ഇതടി ഞാൻ ഇറങ്ങുമോ ശാരദ? സാർ സാറേ